ഹായ്, ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണേ കാണിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഇന്ന് ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇന്നൊരു പ്ലം കേക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയൊരു പ്ലം കേക്കാണ്. അത്യാവശ്യം നല്ല ഫ്ലേവറും ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്ലം കേക്ക്. അതിന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചാൽ ബേക്ക് ചെയ്ത് ഇപ്പോൾ എടുത്തതേ ഉള്ളൂ. തണുക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇറാനി ചായയാണ് തയ്യാറാക്കിയത്. ഇപ്പോൾ ട്രെൻഡാണല്ലോ ഇറാനി ചായയും ബൺ മസ്കയും. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ബണ്ണ് കിട്ടാൻ വഴിയില്ലെന്ന് വെച്ചാൽ പുറത്ത് പോയാലും വാങ്ങിച്ചിട്ടില്ല. അപ്പം വീട്ടിൽ അത്യാവശ്യം ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ട്രെൻഡ് തീർന്നതിന് മുന്നേക്ക് നമുക്ക് ഉണ്ടാക്കി കഴിച്ചു നോക്കാം. ഇതിപ്പം ഇൻസ്റ്റ തുറന്നാൽ അത് മാത്രമേ ഉള്ളൂ. കണ്ടിട്ട് കൊതി വന്നോ എന്ന് ചോദിച്ചില്ല. എന്നാലും ഈ ആൾക്കാർ പറയണത് കേട്ടിട്ടേ അത് പറയുന്നത് കാണുമ്പോൾ അത് കൊതിയൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. പറയുന്നത് കേട്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്താലോ എന്നുള്ള ഒരു കൊതി വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ബ്രെഡ് ഉണ്ടായിരുന്നു. ബ്രെഡും ബണ്ണും ഒക്കെ ഒന്ന് തന്നെയല്ലോ, ഒരേ സെയിം സാധനം തന്നെ. അത് ഉരുണ്ടിരിക്കുന്നത് ഇത് കുറച്ചൊന്ന് പരന്നിരിക്കുന്നു, അത്രയുള്ള വ്യത്യാസം. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡ് വെച്ചിട്ട് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫില്ലിങ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് റൂം ടെമ്പറേച്ചറായിട്ടുള്ള അൺസോൾട്ടഡ് ബട്ടറും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതാണേ. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിന് ബീറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം വിട്ടതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞിട്ടുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ടേസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തത്, പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു ബട്ടറിൽ തന്നെ കുറച്ച് പൊടിച്ച് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി എന്നെനിക്ക് പിന്നെ തോന്നി കേട്ടോ. അത് എനിക്ക് തോന്നിയതാണ്. എന്തായാലും ചെയ്യും, ഒരു പ്രാവശ്യം കൂടെ എനിക്ക് ഇതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ആ ബ്രെഡിൽ ആ ബണ്ണൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയിട്ട് അതിൽ ഈ ഒരു ക്രീമൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. നടക്കോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഒരു ഇറാനി ചായയിലും നമ്മൾ സാധാരണ ഞാൻ വീട്ടിൽ എപ്പോഴും ചെയ്യുന്ന ചായനുണ്ട്. മധുരം ഇടാറില്ല നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുമ്പോഴത്തേക്ക്. പക്ഷേ ഇന്ന് ഞാൻ ഒരു ഇറാനി ചായൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് പട്ടയും ഏലക്കയും ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിട്ട് നല്ല കട്ടിക്ക് പാലിക്ക് ഒഴിച്ചിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ള ചായയാണ്. ഞാൻ നോർമലി ഒരു മസാല ടീ പോലെ നമ്മൾ വീട്ടിൽ എപ്പോഴും തയ്യാറാക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചായയാണ് കേട്ടോ. അപ്പോൾ ഇറാനി ചായ ആണോന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ ആ ഒരു ചായ തയ്യാറാക്കാറുണ്ട് സ്ഥിരം. അപ്പം അങ്ങനെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ചായയാണ്. ചായ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ക്രീമൊക്കെ വെച്ചിട്ട് ആ ഒരു ബ്രെഡിലാണ് കേട്ടോ ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചൂട് ചായയിൽ ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, ആ ഒരു ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡൊന്ന് ഡിപ്പ് ചെയ്തിരിക്കുമ്പോൾ നല്ല നമ്മൾ ഇങ്ങനെ വായിൽ വയ്ക്കുമ്പോൾ അങ്ങ് അലിഞ്ഞു പോകൂലേ, ആ ഒരു സെയിം ഫീൽ തന്നെയായിരുന്നു. നല്ലൊരു മൗത്ത് മെൽറ്റായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു 2 ബ്രെഡ് കഴിച്ചപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായിരുന്നാലും കുറച്ച് സമയത്തേക്ക് പിന്നെ വേറെ ഒന്നും വേണ്ടായിരുന്നു. ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി വേറൊക്കെ. പക്ഷേ എങ്കിലും സംഭവം കൊള്ളാം, മൗത്ത് മെൽറ്റാണ്, സൂപ്പറാണ്. അപ്പോൾ ഇതുവരെയ്ക്കും ബൺ മസ്കയും ബ്രെഡ് മസ്കയും ഒന്നും കഴിച്ചിട്ടില്ലാത്തൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഒരു പ്രാവശ്യമൊക്കെ കഴിച്ച് നോക്കാമേ. പിന്നെ നമുക്കങ്ങനെ രണ്ടാമത് പിന്നെയും കഴിക്കണമെന്ന് തോന്നിയിട്ടില്ല, എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ ബാക്കിയുള്ളവരെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞ് റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.